ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈ ഈശോ ഒന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ കുടുംബത്തെ, ജീവിത മേഖലകളെ എല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. ഈശോ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഈ അനുഗ്രഹത്തിലൂടെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നു. ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കുമെന്ന് അവിടെ പറഞ്ഞു വയ്ക്കുക. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മധ്യത്തിൽ ഉത്തരം നൽകുവാനായിട്ടൊരു കർത്താവുണ്ടെന്നും ആ കർത്താവ് ജീവിതത്തിൽ ഇടപെടുന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ആ വചനം നയിക്കുക. ഒരു സങ്കടവും ഒരു ദുഃഖവും ഒരു ക്ലേശവും ശാശ്വതമാണ്. കാരണം ഇന്നും ജീവിക്കുന്നവനും നിന്നെ സ്നേഹിക്കുന്നവനുമായ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിന്നെ നയിക്കും. അതനുഭവിക്കുന്ന നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടി. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. നിന്റെ നാമത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഈ വ്യക്തിയിലേക്ക് കടന്നു. നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. എല്ലാ ക്ലേശങ്ങളും മാറ്റപ്പെടട്ടെ. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളും സംരക്ഷണം എല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.